കൊച്ചി കോർപ്പറേഷനിൽ ഭരണമുറപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം ഡിവിഷനിൽ നിന്ന് ജയിച്ച ലീഗ് വിമതൻ ടി.കെ. അഷ്റഫിന്റെ പിന്തുണ ലഭിച്ചതോടെയാണ് എൽ.ഡി.എഫ് കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എത്തുന്നത്. എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിൽ ഏതാനും സീറ്റുകളുടെ വ്യത്യാസം മാത്രം നിലനിൽക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ ലീഗ് വിമതനായി മത്സരിച്ച രണ്ടാം ഡിവിഷനിൽ നിന്നും ജയിച്ച ടി.കെ. അഷ്റഫ് പിന്തുണ നൽകിയതോടെയാണ് ഇടതുപക്ഷം ഭരണം ഉറപ്പിച്ചത്. നിലവിൽ 34 സീറ്റുകൾ സ്വന്തമാക്കിയ എൽ.ഡി.എഫ് ഇതോടെ 35 സീറ്റുകൾ നേടി. സുസ്ഥിര ഭരണത്തിനായാണ് എൽ.ഡി.എഫിനെ പിന്തുണയ്ക്കുന്നതെന്നാണ് അഷ്റഫ് വ്യക്തമാക്കിയത്. എൽ.ഡി.എഫിനെ പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സുസ്ഥിര ഭരണം കാഴ്ചവെക്കുന്നതിനും മട്ടാഞ്ചേരി പ്രദേശത്ത് നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, രാജീവ് ആവാസ് യോജന, അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതികളൊക്കെ ഏറ്റവും കൂടുതൽ ഭവനദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുടെ പ്രദേശത്തുള്ള ആ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ട സഹായം നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. യു.ഡി.എഫിന് 30 സീറ്റാണ് കോർപ്പറേഷനിലുള്ളത്. മറ്റു 3 വിമതരുടെ പിന്തുണ കൂടി ലഭിച്ചാലും യു.ഡി.എഫിന് ഭരണത്തിലെത്താനാകില്ല. കോർപ്പറേഷനിൽ എൽ.ഡി.എഫ് ഭരണം നടത്തുമെന്ന എൽ.ഡി.എഫ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ച അഡ്വക്കേറ്റ് എം. അനിൽകുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ കഴിഞ്ഞ 10 വർഷമായി കോർപ്പറേഷനിൽ ഭരണം തുടർന്ന യു.ഡി.എഫിന്റെ തുടർഭരണ പ്രതീക്ഷയാണ് അസ്തമിച്ചത്. ജനം, കൊച്ചി.